നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടുമുണ്ട്. അഹമ്മദാബാദ് ആകാശ ദുരന്തം. രഞ്ജിതയെ ജാതീയമായി അഭിമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസാണ് എ പവിത്രനെ താലൂക്ക് ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ഹോസ്ദുർഗ് പോലീസിന് കൈമാറും. രഞ്ജിത ജി നായരെ ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട എ പവിത്രനെ സസ്പെൻഡ് ചെയ്തതായി റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ അറിയിച്ചിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ പോസ്റ്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വയലാത്ര വാവൽത്താൻ വീട്ടിൽ സിനീഷാണ് മരിച്ചത്. ഹെർണിയ ഓപ്പറേഷന് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഹെർണിയ ശസ്ത്രക്രിയയ്ക്കായി സിനീഷിന് അനസ്തേഷ്യ നൽകിയത്. ഇതിനിടെ അനസ്തേഷ്യ അലർജിയുള്ള സിനീഷിന് ഹൃദയാഘാതമുണ്ടായി. ഇതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ സിനീഷിന് വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് യുവാവിന്റെ ബന്ധുക്കൾ അറിയിച്ചു. ഇന്നലെയാണ് സിനീഷിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ കുന്നംകുളത്ത് പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ചതായി പരാതി. എരമംഗലം സ്വദേശി നിഷാം സജന ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. മരത്തങ്കോട് സ്വകാര്യ ആശുപത്രിയിലെ പ്രസവത്തിനിടെയാണ് കുഞ്ഞ് മരിച്ചത്. കുഞ്ഞിന്റെ മേൽ പൊക്കിൾക്കൊടി ചുറ്റിയിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ വീട് സന്ദർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർക്കാർ രഞ്ജിതയുടെ കുടുംബത്തിന്റെ ഒപ്പമുണ്ടാകും. നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും രഞ്ജിതയുടെ കുടുംബത്തിന് ചെയ്തു നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പുറപ്പെടുമെന്നും DNA സാമ്പിൾ എടുക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നും വീണ ജോർജ് അറിയിച്ചു. DNA പരിശോധന ഫലം ലഭിക്കുന്നത് 72 മണിക്കൂർ സമയമെടുക്കും. മൃതദേഹം തിരിച്ചറിഞ്ഞാൽ പിന്നെ നടപടിക്രമങ്ങളിൽ കാലതാമസം ഉണ്ടാവില്ല എന്നും മന്ത്രി അറിയിച്ചു. DNA പരിശോധനയ്ക്ക് ശേഷം രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി സർക്കാർ അഹമ്മദാബാദിൽ ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു.